കോടതി നടപടിയുടെ തുടക്കം മാത്രം. ഇത് കീഴ്ക്കോടതി എന്ന നിലയ്ക്ക് വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് മേൽക്കോടതിയിലേക്ക് പോകുമെന്നുള്ള കാര്യം കോൺഗ്രസ് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ശല്യക്കാരനായ വ്യവഹാരി അവിടം കൊണ്ട് നിൽക്കുന്നില്ല. ഈ ശല്യക്കാരനായ വ്യവഹാരി എന്ന് ആദ്യം വിളിച്ചിരുന്നത് നവാബ് രാജേന്ദ്രനെയാണെന്ന് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. ഈ നവാബ് രാജേന്ദ്രൻ ശല്യക്കാരനായ വ്യവഹാരി കാരണം ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നവാബ് രാജേന്ദ്രന് എന്തെല്ലാം അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ്സുകാർ ചെയ്തു എന്നുള്ളതും ചരിത്രമാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ കുറിച്ച് നമ്മൾ പറയുമ്പം ഏതറ്റം വരെ കോൺഗ്രസ്സുകാർ പോകും എന്നുള്ളതിനെക്കുറിച്ച് അഴീക്കോടൻ രാഘവൻ്റെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് സ്തുതി ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് പോകണം. അഴീക്കോടൻ രാഘവനെ കൊന്നതിനെക്കുറിച്ച് പോകണം. ആ കൊലയാളികളുടെ നേതാക്കന്മാരായിരുന്ന കോൺഗ്രസ്സുകാരെക്കുറിച്ച് നമുക്ക് പറയണം. നമുക്കത് വേറൊരു അവസരത്തിലാകാമല്ലോ. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ 2 കളവ് ബഹുമാനപ്പെട്ട എം ലിജു പറഞ്ഞു. ഒരു കളവ് ഇപ്പോൾ അവസാനം പറഞ്ഞ കളവാണ്. വീണ വിജയന് പണം എവിടുന്ന് കിട്ടിയത് എന്ന് ഏത് രേഖ എന്ന് കോടതി ചോദിച്ചിട്ടില്ല. ആ ജഡ്ജ്മെൻറ്റ് മുഴുവൻ ഞാൻ വായിച്ചതാണ്, കാണാപ്പാടം പഠിച്ചതാണ്. അങ്ങനൊരു വാചകം കാണിക്കാമെങ്കിൽ 1 പവൻ സ്വർണ്ണം ഇപ്പം അങ്ങോട്ട് കൊടുക്കാം. ഒരു ചർച്ച വന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി കളവ് പറയരുത്. വീണ വിജയന് പണം കിട്ടിയതിന് ഏത് രേഖ എന്ന് കോടതി ചോദിച്ചിട്ടില്ല, തിരിച്ചാണ് ചോദിച്ചത്. ചോദിച്ച ചോദ്യം എന്താണ്? അങ്ങനെ നിങ്ങൾ ആരോപിക്കുമ്പോൾ ഇല്ല അങ്ങനെ ഒരു വാചകമില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. പിണറായി വിജയൻ അല്ലല്ല പറയട്ടെ. നോ ഞാൻ പറയട്ടെ. എന്റെ സമയം ഞാൻ പറയാം. പിണറായി വിജയന് പണം കിട്ടിയതിന് രേഖ ഏതെന്ന് കോടതി ഉത്തരവിലില്ല. പിണറായി വിജയന് പണം കിട്ടിയതിന് രേഖ എവിടെയെന്ന് കോടതി ഉത്തരവിലില്ല. ഇല്ലാത്ത കാര്യം പറയരുത്, കളവ് പറയരുത്. അങ്ങനൊരു വാചകവും ഇല്ല. തിരിച്ചാണ് കോടതി ചോദിച്ചത്. CMRL എന്ന് പറയുന്ന കമ്പനിക്ക് കേരള സർക്കാർ എന്ത് സഹായം കൊടുത്തു? പിണറായി വിജയൻ A1 എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് സഹായം കൊടുത്തുവെന്ന് മാത്യു കുഴൽനാടനോട് പറയാൻ 5 തവണ മാത്യു കുഴൽനാടൻ സമയം കൊടുത്തു. നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരു വാചകം പറഞ്ഞാൽ മതി, ഇന്ന സഹായം കൊടുത്തു പറഞ്ഞാൽ മതി. പറഞ്ഞിട്ടില്ല. അങ്ങനെ വസ്തുതാപരമായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് CMRL കമ്പനിക്ക് വേണ്ടി ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞതാണെന്ന് പറയട്ടെ. ഞാൻ പറയട്ടെ സാർ, ഇനി എൻ്റെ സമയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കളവ് എന്താ അങ്ങ് പറഞ്ഞത്? ലിജു പറഞ്ഞ കളവ് 2019 ലീസ് റദ്ദാക്കാൻ ഉത്തരവുണ്ടോ? അങ്ങനെ ഉത്തരവില്ല. കേന്ദ്ര സർക്കാർ 2019 പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്വകാര്യ മേഖലയിൽ ഖനനമേ പാടില്ല എന്ന് ഉത്തരവേ ഉള്ളൂ, അല്ലാണ്ട് ലീസ് റദ്ദാക്കാൻ ഉത്തരവില്ല. ആന്റണി കൊടുത്ത ലീസ് 2016 സുപ്രീം കോടതി അംഗീകരിച്ചു. ആ അംഗീകരിച്ച കോടതി വിധി നിലനിൽക്കുന്നു. 2019 ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നു. ഉത്തരവ് എന്താ പറയുന്നത്? ഇന്ന് സ്വകാര്യ മേഖല ലീസ് പാടില്ല. അപ്പോൾ ഒരു തർക്കം വന്നു. ഈ സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുമോ ഇല്ലയോ ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു ചെയ്തു? മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടി. ആ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടിയത് എപ്പോഴാണ്? നിങ്ങൾ ആ രേഖയെന്ന് എടുത്ത് നോക്കിയേ. 2020 2020 അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ആളാരാണ്? ഇപ്പോഴത്തെ ഗവൺമെൻറ് അല്ല കേട്ടോ, സുധാകര പ്രസാദ് സാറാണ്. സുധാകര പ്രസാദ് സാർ അഡ്വക്കേറ്റ് ജനറലായിട്ട് ഉപദേശം കൊടുത്തത് എന്താണ്? ഈ ലീസ് നിലനിൽക്കത്തില്ല, 2019 ഉത്തരവ് പ്രകാരം ചെയ്യാമെന്നല്ലേ. അങ്ങനെ CPMൻ്റെ സഹയാത്രികനും ഒരു പൊളിറ്റിക്കൽ നിയമനമുള്ള അഡ്വക്കേറ്റ് ജനറൽ ഉത്തരവെഴുതാൻ കാരണം എന്താണ്? രാഷ്ട്രീയ നിലപാടാണ്. കൃത്യമായിട്ട് അത്ര ഒരു ഉപദേശം വന്നു. അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ കുഴൽനാടൻ ഈ കോടതി പോയത് കൊണ്ടാണോ അങ്ങനൊരു നടപടി വന്നത്? രണ്ടാമത്തെ കളവ് പറഞ്ഞില്ലേ നിങ്ങൾ? കോടതിയിലും തോറ്റു, ചാനൽ ചർച്ചയിലും കളവ് പറയുകയാണോ? ഇനി ഇവിടെ BJP പ്രതിനിധി ഞാൻ പറയട്ടെ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ 2 നുണ പറഞ്ഞു. നിങ്ങൾ 2 നുണ പറഞ്ഞു. ഞാൻ ആ 2 നുണ ആവർത്തിക്കാം. ഒന്ന്, കുഴൽനാടൻ നുണ ഞാൻ പറയാം. അല്ല, സ്മൃതി മധ്യസ്ഥയായിരിക്കും. കുഴൽനാടൻ കോടതി പോയ ശേഷമാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശത്തിന് വിട്ടത് എന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ പറയുന്നു കുഴൽനാടൻ ഞാൻ പറയട്ടെ, എന്റെ സമയല്ലേ. ലീസ് പറയട്ടെ, രണ്ട് കാര്യം പറയട്ടെ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആദ്യം ലീസ് കൊടുത്ത ആന്റണിയോട് മറുപടി പറയാൻ പറ. ലിജു ഒരു കാര്യം ചെയ്യ്. ആ ആന്റണി മരിച്ചു പോയിട്ടില്ലല്ലോ, ആന്റണി ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന ആന്റണിയെ കൊണ്ടൊന്ന് മിണ്ടിക്ക്. ഞാൻ പറയട്ടെ, എന്റെ സമയല്ലേ.
ജീവിച്ചിരിക്കുന്ന ആന്റണിയെ കൊണ്ട് താങ്കൾ ഇങ്ങനെ നിഷേധിച്ച് കഴിയുമ്പോൾ ഒരു പോയിട്ടില്ലെങ്കിൽ ശരി, ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ 2 പോയിന്റും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ 2 പോയിന്റും പൂർത്തിയാക്കി. ശരി, എന്നാ 2 പോയിന്റ് പൂർത്തിയാക്കി. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഇല്ല, കഴിഞ്ഞില്ല. ശരി, പറയൂ. ഞാൻ പറയുന്നത് നാക്കിറങ്ങി പോയിട്ടില്ലെങ്കിൽ ഈ കേരള ചരിത്രത്തിൽ ആദ്യമായി കരിമണൽ കമ്പനിയായ കർത്താവിന്റെ വീട്ടിൽ പോയി അടുക്കളയിൽ കഞ്ഞി വെച്ച് കൊടുത്ത ആ AK ആന്റണി എന്ന് പറയുന്ന മാന്യനോട് നാക്കിറങ്ങി പോയിട്ടില്ലെങ്കിൽ അദ്ദേഹം 2003 കൊടുത്ത ലീസിന്റെ അനുമതിയെക്കുറിച്ച് സംസാരിച്ചിട്ട് ബാക്കിയൊക്കെ പിന്നെ പറയാം. ആദ്യം ആന്റണി മിണ്ടാൻ പറ, ബാക്കി നിങ്ങൾ പറ. കുഴൽനാടനോ ലിജു ആര് വേണം വരട്ടെ. അടുത്ത പോയിന്റ് ഇതാണ്. ഇവിടെ BJP നേതാവ് എന്തെല്ലാം പറയുന്നുണ്ട്. BJP നേതാവിനോട് പറയുന്നത് ഇനി 1 മാസം കൂടിയുള്ളൂ മോദിയുടെ ആയുസ്. അതുകൊണ്ട് മുഖ്യമന്ത്രി അകത്ത് പോകുന്നു നിങ്ങൾ പറഞ്ഞല്ലോ. ആദ്യം മോദി അകത്ത് പോകാതിരിക്കാനുള്ള പണി നോക്ക്. ഇന്ത്യ രാജ്യത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദി താഴെ പോകാൻ പോവാ. മോദിയുടെ ആയുസ് എണ്ണപ്പെട്ടു, നാളെ എണ്ണപ്പെട്ടു. അതാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് മോദിയോട് പറയുന്നത്, നിങ്ങൾക്ക് കേസിനകത്ത് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ 1 മാസത്തിനകം ചെയ്തേക്കണം കേട്ടോ. അങ്ങ് വിഴുങ്ങ് നിങ്ങളുടെ SFIO. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രം ചക്ര എണ്ണി വാങ്ങി നന്ദിയോടുകൂടി കർത്താവിൻ്റെ കമ്പനിക്ക് വേണ്ടി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പത്രത്തിൻ്റെ പേര് ജന്മഭൂമി എന്നാണ്. ഒരു ഹരിയസ് കർത്താവുണ്ടല്ലോ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം, ജന്മഭൂമിയുടെ ചീഫ് എഡിറ്റർ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ തരാം. എന്താ അദ്ദേഹം പറയുന്നറിയാമോ? ഞാനൊരു പാവം കർത്താവാണ്, എനിക്കൊരു പണി കിട്ടി. കരിമണൽ കമ്പനിക്കെതിരായിട്ട് ഒരു മുഖപ്രസംഗം ഈ ജന്മഭൂമി പത്രത്തിൽ ഞാൻ എഴുതിയതിന് എന്നെ ജന്മഭൂമിയിൽ നിന്ന് പുറത്താക്കി. തിരിച്ചാണ്. കരിമണൽ കമ്പനിക്ക് അനുകൂലമായൊരു മുഖപ്രസംഗം വന്നപ്പോൾ ഞാൻ രാജിവെച്ചു. അത് കഴിഞ്ഞ് കരിമണൽ കമ്പനിക്കെതിരായി ഞാനൊരു ലേഖനം എഴുതിയപ്പോൾ എന്നെ പുറത്താക്കി. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടൊരു ലേഖനം എഴുതിയതിന് എന്നെ പുറത്താക്കി. ആലോചിച്ച് നോക്കണം. കരിമണൽ കമ്പനി ജന്മഭൂമിയും കൂടെ ചേടിക്കിടക്കുന്നത് അവരാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഈ കരിമണൽ കമ്പനി നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാടിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കടലാസ് ഉണ്ടല്ലോ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കടലാസ്, ഈ പറയുന്ന മുഴുവൻ ഇടപാടുകളും ശരിവെച്ച് അതിൻ്റെ ടാക്സിനെ അടയ്ക്കേണ്ടതില്ല എന്ന് അന്തിമ തീരുമാനം എടുത്തു കൊടുത്ത ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മലാ സീതാരാമനാ. എത്ര കിട്ടി? നിങ്ങൾ ഇൻകം ടാക്സ് നിയമത്തിൻ്റെ 245 എന്നൊരു വകുപ്പുണ്ട്, വായിച്ചു നോക്കണം. എന്താ പറയുന്നറിയാമോ? ഇപ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രസ്റ്റ് സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു സ്ഥാപനവും ഒരു അന്വേഷണവും ഒരു കോടതിയും നടത്താൻ പാടില്ലെന്ന് 245 അതിനർത്ഥം എന്താണെന്നറിയാമോ? ഉമ്മൻചാണ്ടി കൊണ്ടുപോയ, ചെന്നിത്തല കൊണ്ടുപോയ കാശിനെക്കുറിച്ച് അന്വേഷിക്കാൻ EDക്ക് എന്നല്ല ആർക്കും അധികാരമില്ല. അത് ക്ലോസ് ചെയ്യുന്നതാണ് 245 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കർത്താവിനെ മാത്രമല്ല UDFകാരെ എല്ലാം സേവിച്ചു കൊടുത്തു. അവരുടെ എല്ലാം കാല് തിരുമ്മി കൊടുത്ത മാന്യന്മാരാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. 245 വായിക്കണം. കള്ളപ്പണം എല്ലാം മുഴുപ്പിച്ച് അങ്ങോട്ടെല്ലാം BJPക്കാരാണ് ഇവിടെ വാദിക്കുന്നത്. Debate with Smriti Parithikad.